വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ റസാഖാണെങ്കിൽ കമലിനോട് ചോദിക്കുന്നുണ്ട്, വിഷ്ണു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തുമൊക്കെ ഞാൻ അന്വേഷിച്ചു, കമ്പനിക്കാരെയൊക്കെ എനിക്കറിയാം, പക്ഷേ ആർക്കും ഒരു വിവരവും തരാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും അടിപിടി കേസോ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശിവനുമായിട്ട് അന്ന് തല്ലുണ്ടായതും പിന്നെ അന്ന് കോളനിയിൽ വെച്ചിപ്പോൾ ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ്. അന്നേരം എന്താ മാഡം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ റസാഖ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ഡാനിയൽ വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ ആദ്യം ഡാനിയലെ കട്ടഹസിച്ച് ചിരിക്കുകയാണ്. അന്നേരം ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ അന്വേഷിച്ച് പിന്നെ നാട് മുഴുവൻ നടക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഞങ്ങളുടെ ആരാ എന്താന്ന് ശാലിനി ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിടെ നിങ്ങളുടെ കസ്റ്റഡിയിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ റസാഖും കമലിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പെട്ടെന്ന് സ്പീക്കറിൽ ഇടുകയാണ് ഫോണാണെങ്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പണം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വെറുതെ പോലീസിനെ അറിയിച്ച് സമയം മെനക്കെടുത്താൽ നോക്കേണ്ട, അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ജീവന് വിലയിടേണ്ടി വരും, നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പണം എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നുണ്ട്. അന്നേരം 50 ലക്ഷം രൂപയൊന്നും ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം സർവീസിലിരിക്കുന്ന നിങ്ങൾക്ക് അതൊക്കെ വെറും തുച്ഛമായ തുകയാണെന്ന് അറിയാമെന്ന് പറയുമ്പോൾ റസാഖ് പെട്ടെന്ന് കൊടുക്കാമെന്ന് പറയുകയാണ്. എന്ന് ശാലിനി തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എവിടെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സ്ഥലവും സമയവും ഒക്കെ ഞാൻ പിന്നീട് അറിയിക്കാം, അത് മറ്റൊരു നമ്പറിൽ നിന്നായിരിക്കും വിളിക്കുന്നത്, വെറുതെ ഈ നമ്പറിൻ്റെ പിന്നാലെ അന്വേഷിച്ച് സമയം മെനക്കെടണ്ട, അങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ആയുസ് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഡാനിയലാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിന് ഡാനിയൽ ഇങ്ങനെ വിഷ്ണു ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകൾ മാത്രം ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ണ് മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ വിഷ്ണു ഇവരുടെ കൂടെ ഉണ്ടാവണം. അതിനുശേഷം ഇത് പറയുമ്പോൾ റസാഖ് പറയുന്നുണ്ട്, ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, എന്തോ ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്നൊക്കെ പറയുമ്പോൾ കമലം പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ ആശാനെ ആർക്കും കീഴ്പ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, ഇതിലെന്തോ ചതിയുണ്ട്, ആശാനെ എന്തോ ചതിപ്പെട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് വില കൊടുത്തായാലും എനിക്ക് എൻ്റെ വിഷ്ണുണ്ണനെ രക്ഷിച്ച് മതിയാകൂ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അതേസമയം ശിവനാണെങ്കിൽ ഡേസിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഡേസി ആണെങ്കിൽ ശിവൻ്റെ കൂടെ പോകാനായിട്ട് ബാഗൊക്കെ തയ്യാറാക്കി ഇറങ്ങാനുള്ള തന്നെയാണ്. അന്നേരം നീ ഇതെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വീട്ടിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ ശിവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേ ഇപ്പം വന്ന് നിൻ്റെ വീട്ടിൽ ബെല്ലടിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ബെല്ലൊന്നും അടിക്കണ്ടെന്ന് പറയുകയാണ്. നീ എന്നെ കടത്തിക്കൊണ്ട് പോകാനല്ലേ വരുന്നതെന്ന് പറഞ്ഞ് ഡേസി ദേഷ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പിന്നെ നിൻ്റെ ജനലിൻ്റെ അവിടെ ഒന്ന് മുട്ടും തുറക്കപ്പെടുമെന്നാണല്ലോ, അന്നേരം നീ എങ്ങോട്ടും വരണ്ട, പുറത്ത് എവിടെയെങ്കിലും നിന്നാൽ മതി, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി വന്നോളാം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഉള്ളതെല്ലാം പെറുക്കി എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, പിന്നെ നിൻ്റെ ആ തലതെറിച്ച ആങ്ങളയുടെ മുമ്പിലൊന്നും ചെന്ന് ചാടണ്ട, എനിക്ക് രാത്രി ഇടി ഉണ്ടാക്കാൻ മേലാഞ്ഞിട്ട എന്നിങ്ങനെ പറയുകയാണ്. ശിവനാണ് അതൊരു രണ്ടുപേരുടെ ഒരു തമാശ രൂപയുള്ള സംസാരമാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ ശിവൻ വെളിയിൽ നിൽക്കുന്നുണ്ട്, ഡേസി വരുന്നുണ്ട്. അന്നേരം എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നടി, എന്തുവാടി ഇത്, നീ ഇതുവരെ ഒളിച്ചോടാനൊന്നും പഠിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എനിക്കതല്ലായിരുന്നോ പണിയെന്ന് ഡേസിനെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞ് ശിവൻ ബുള്ളറ്റിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ഡേസി ചോദിക്കുകയാണ്, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ എന്ന്. അല്ലാതെ പിന്നെ എന്ന് പറയുകയാണ്. അന്നേരം അത് സ്റ്റാർട്ട് ചെയ്ത ആളെ നിന്ന് വിളിച്ച് കൂട്ടണ്ട, നമുക്ക് തള്ളിക്കൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്, കുറച്ച് അങ്ങോട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ഇത് തള്ളിക്കൊണ്ടൊന്നും പറ്റില്ല, ബുള്ളറ്റാണെന്ന് പറയുന്നുണ്ട്. ബുള്ളറ്റ് എന്താ തള്ളിയാൽ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടി തള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ശിവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൊണ്ട് ഒരു വഴിക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെ ആവുള്ളെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഡേസിയെ വഴക്കുന്നുണ്ട്. പിന്നെ ശിവനാണെങ്കിൽ ബുള്ളറ്റ് ഇങ്ങനെ മുന്നോട്ട് തള്ളുന്നു, ഡേസിയും പുറകെയും തള്ളുകയാണ്. അന്നേരം ആഞ്ഞ് തള്ളിടി എന്നൊക്കെ ശിവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തള്ളുമല്ലേ എന്നൊക്കെ പറയുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് തള്ളിപ്പോയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് പറയുകയാണ്. ഡേസി പിന്നാലെ കയറുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ എതിരെ ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ആൻ്റണിയും ഡേവിസും ഇറങ്ങുന്നുണ്ട്. തൊട്ട് പിന്നാലെ വേറൊരു ബൈക്കിൽ ഡേവിസിൻ്റെ കൂട്ടുകാരും വന്ന് നിൽക്കുകയാണ്. അന്നേരം ഇവരെ കാണുമ്പോൾ ശിവനങ്ങോട്ട് ചിരിയാണ് വരുന്നത്. ഡേവിസും ആൻ്റണിയൊക്കെ വലിയ ദേഷ്യത്തിലൊക്കെയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അണ്ണന്മാരെല്ലാവരും ഉണ്ടല്ലോ എന്നിങ്ങനെ ശിവൻ ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഒരു ടെസ്റ്റ് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നിങ്ങനെ ആൻ്റണി ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ തയ്യാറായിരുന്നു, ഇതിനെയാണ് ശിവൻ്റെ ശരിക്കുള്ള കളി കാണാൻ പോകുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് ഡേസി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഡേസി ആകെ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ശിവനാണെങ്കിൽ ബുള്ളറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് വേറൊരു റോഡിലേക്ക് അങ്ങ് തിരിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അതിന് വിടരുത്, അവനെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൈക്കും കാറും ഒക്കെ ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവരെ കാറിനേക്കാളും മുന്നേ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ആൻ്റണി പറയുകയാണ്, ഇന്ന് തീരണം ആ ശിവൻ്റെ താണ്ഡവമാണെങ്കിൽ പ്ലാമൂട്ടിലുകാരുടെ സർവനാശത്തിന് വേണ്ടി പിറവിയെടുത്ത മഹേന്ദ്രൻ്റെ അസുരവിത്തിനെ ഇന്ന് തീർക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതെ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ ഡേവിസും പറയുന്നുണ്ട്. നീ പെട്ടെന്ന് വിട്, അവൻ്റെ പിന്നാലെ എസ്കോർട്ട് പോവുകയല്ല എന്നിങ്ങനെ ഡേവിസ് പറയുന്നുണ്ട്.
അന്നേരം ആൻ്റണി പറയുകയാണ് അവൻ്റെ ബുള്ളറ്റിന് ഒടുക്കത്തെ സ്പീഡാണ് എന്നുള്ളത്. തുടർന്ന് അവരിങ്ങനെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ആദ്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ദേ കണ്ടില്ലേടി, ഇത്രയേ ഉള്ളൂ കാര്യമെന്ന് പറയുകയാണ്. അന്നേരം ശിവ നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സസ്പെൻസാണ്, നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു പേടിയില്ല, ഞാൻ എന്തിനാ പേടിക്കുന്നത്, നിൻ്റെ കൂടെയല്ലേ വരുന്നതെന്നും പറഞ്ഞ് അവർ സന്തോഷിച്ച് അങ്ങ് പോവുകയാണ്. പക്ഷേ കുറച്ച് സമയം മുന്നോട്ട് പോകുമ്പോൾ എതിരെ ആണെങ്കിൽ ആൻ്റണിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. വൈകുന്ന ബൈക്കുകാരൊക്കെ എത്തുന്നുണ്ട്. അന്നേരം ശിവൻ പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ്. നോക്കുമ്പോൾ ആദ്യം നിന്ന് ആൻ്റണിയും ഡേവിസൊക്കെ ഇറങ്ങി. ആൻ്റണിയുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ആൻ്റണി ആണെങ്കിൽ നേരെ ഇങ്ങനെ തോക്ക് ഇങ്ങനെ ശിവൻ്റെ നേരെ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇറങ്ങടി എന്ന് പറയുകയാണ് ഡേസിയോട്. എന്നാൽ ഡേസി അങ്ങ് വണ്ടിയിൽ നിന്ന് പേടിച്ചിറങ്ങുന്നുണ്ട്. എന്നാൽ ഡേസിയെ പിടിച്ച് വലിച്ച് ഡേവിസിൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഡേസി ബാഗൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഡേവിസ് ആണെങ്കിൽ ഡേസിയുടെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് വച്ചിരിക്കുകയാണ്, കൈക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശിവൻ പറയുന്നുണ്ട്, അപ്പോൾ നിൻ്റെ ചങ്കിടിക്കുന്നത് എനിക്കിപ്പോൾ കേൾക്കാം, നീ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല അല്ലേ, ഇനി നീ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ആൻ്റണി പറയുമ്പോൾ ഒന്ന് പോടാ ചെക്കാന്ന് ഇങ്ങനെ ശിവൻ പറയുകയാണ്. അമ്പലപ്പറമ്പിൽ പിള്ളേർ കളിക്കുന്ന തോക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് തന്നുവിട്ട നിൻ്റെ അപ്പനെ എങ്ങോട്ട് സമ്മതിക്കണം, ഇതിൻ്റെ വെടി കൊള്ളണമെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ കാത്ത് നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ പെട്ടെന്ന് ബുള്ളറ്റിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് തിരിച്ച് തോക്കങ്ങ് പിടിച്ച് ആൻ്റണിക്ക് ഒരു അടിയും കൊടുത്ത് തോക്ക് ആദ്യം തിരിച്ചു മേടിക്കുന്നുണ്ട്. എന്നിട്ട് അത് ആൻ്റണിക്ക് നേരെ നീട്ടുകയാണ്. ഇപ്പോൾ നിൻ്റെ നെഞ്ചിൻ്റെ പെരുമ്പറ എനിക്കിപ്പോൾ കേൾക്കാം, ആണായി പിറന്നവൻ്റെ നേരെ ചങ്കുറപ്പ് വേണം ആദ്യമായിട്ടല്ല, നീ ഇപ്പോൾ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മടിയിൽ കിടന്ന് പാല് കുടിക്കുന്ന പ്രായമാണ്, നിനക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആൻ്റണിക്ക് നേരെ ഇങ്ങനെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ഡേവിസ് ആണെങ്കിലും ഡേവിസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ തോക്കെടുത്തിട്ട് ഡേസിക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ ഒരടി അനങ്ങിയാൽ ഇതിവിടെ പൊട്ടിക്കും, ഇനി നിന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ഇവളെ എനിക്കിനി വേണ്ട, ഇത് ഞങ്ങളുടെ അവസാനത്തെ പോരാട്ടമാണ് എന്ന് പറയുന്നു, ഇവളിവിടെ ഇല്ലാതാവും എന്നൊക്കെ ഇനി പറയുമ്പോൾ മര്യാദയ്ക്ക് തോക്ക് താഴെയിട് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനൊന്ന് പേടിക്കുകയാണ്. ഒന്നുകൂടി ഡേവിസ് പറയുമ്പോൾ ഡേസിയുടെ കരച്ചിലൊക്കെ ആകുമ്പോൾ ശിവനാണെങ്കിൽ ആ തോക്കങ്ങ് താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നെ ഇവരെല്ലാവരും കൂടി ഇവിടെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവുകയാണ്, പക്ഷെ എന്നെ തിരിച്ച് തല്ലില്ല, തല്ലിയാൽ ഇവൾ ഇനി ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇവളെ വേണ്ട എന്നുകൂടി പറയുകയാണ്. തുടർന്ന് ആദ്യം ആൻ്റണി പിന്നെ ശിവനെ തല്ലുന്നുണ്ട്. പക്ഷേ ശിവൻ തിരിച്ച് തല്ലുകയാണ്. ആൻ്റണി ആ രണ്ട് കൂട്ടുകാരെയൊക്കെ തല്ലുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഡേവിസ് ആണെങ്കിൽ ആ കാഞ്ചിങ്ങിനെ മുകളിലേക്ക് നോക്കി വലിക്കുകയാണ്. എന്നിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഡേസിയുടെ നേരെ നീട്ടുകയാണ്, ഇനി നീ തിരിച്ചനങ്ങിയാൽ ഇവളിവിടെ ചിതറി വീഴും, അതുകൊണ്ട് നീ ഒരു തല്ലും തല്ലാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശിവനാകെ അങ്ങ് ഡേസിയുടെ ജീവൻ പോകും എന്നുള്ള രീതിക്ക് ശിവനൊന്ന് ഒരു നിമിഷം അമ്പരക്കുകയാണ്. പെട്ടെന്ന് ഈ ആൻ്റണിയും ബാക്കി എല്ലാവരും കൂടി ശിവനെ പോതിരെ തല്ലുന്നുണ്ട്. എന്നിട്ട് ഡേസി പറയുന്നുണ്ട്, ശിവ തിരിച്ച് തല്ല്, ഇവരെന്നെ കൊന്നോട്ടെ എന്നാലും തിരിച്ച് തല്ല് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ശിവൻ തല്ലുന്നില്ല. ശിവനെ ആണെങ്കിൽ അവരെല്ലാവരും കൂടി നന്നായിട്ട് പെരുമാറുന്നുണ്ട്. ആൻ്റണി ആണെങ്കിൽ ശിവനെ തറയിലിട്ട് കുറേ ചവിട്ട് ചവിട്ടുന്നുണ്ട്. അന്നേരം ശിവൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉടയുന്നതായിട്ടൊക്കെ ഒരു സ്ക്രീനിൽ എന്ന പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ആകെ അവശനായിട്ട് അനങ്ങാൻ വയ്യാതെ ശിവൻ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്. എന്നിട്ട് ആൻ്റണി പറയുന്നുണ്ട്, നാളെ പിന്നെ മാണിക്കോത്ത് വീട്ടിലേക്ക് ഞങ്ങൾ വരും, നിൻ്റെ ഈ ചേതനയേറ്റപ്പോൾ ശരീരം കാണാനായിട്ട് ഒരു റീത്തും വയ്ക്കും, അപ്പോൾ പ്ലാമൂട്ടിൽ യോഹന്നാൻ്റെ വക എന്നിങ്ങനെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ നമ്മൾ എഴുതിയിരിക്കും, നീ ഇവിടെ കിടന്ന് ചോര വാർന്ന് ചാവും, ഒരു സ്വാഭാവിക മരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡേസിയും പിടിച്ച് വലിച്ചുകൊണ്ട് കാറിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും വണ്ടി എടുത്ത് പോവുകയാണ്. ശിവനാണെങ്കിൽ ഒന്ന് എഴുന്നേക്കാൻ പോലും, ഒന്ന് കൈകുത്തി എഴുന്നേക്കാനോ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ ബോധരഹിതനായിട്ട് ശിവൻ അവിടെ കിടക്കുകയാണ്. അതിനുശേഷം ഈ ആൻ്റണി പിന്നെ ഡേവിസ് ഈ ഡേസി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കാറിൻ്റെ ബാക്ക് സീറ്റിൽ. ആൻ്റണിയാണ് വണ്ടി ഓട്ടിക്കുന്നത്. അന്നേരം എന്നെ വിട് എന്നൊക്കെ ഡേസി പറയുന്നുണ്ട്. അവസാനം ആൻ്റണി പറയുകയാണോ, അത്രയ്ക്ക് അടങ്ങുന്നില്ലെങ്കിൽ ആ ഒരു പൊട്ടിയിലങ്ങോട്ട് പൊട്ടിയില്ല തോക്കുകൊണ്ട്, ഇങ്ങനെയുള്ളവൾ ഒരു പെങ്ങൾ എനിക്കിനി വേണ്ട പ്ലാമൂട്ടിലത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഡേസി ഒരുപാട് കരയുന്നുണ്ട്, പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ വളരെ വേഗത്തിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ്. ശിവൻ ആ ഒരു കിടപ്പവിടെ ഇങ്ങനെ ബോധമറ്റ് കിടക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അന്ന് ആ രാത്രി തന്നെയാണ് കാണിക്കുന്നത്. ശാലിനിയോട് റസാക്കിനോട് പറയുന്നുണ്ട്, ഇതൊരു വാർത്തയാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഒരു മീഡിയക്കാരും ഇത് അറിയിക്കരുത്, പണം കൊടുത്ത് എങ്ങനെയായാലും എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇതിന് ഒരു തടസ്സവും റസാക്ക് പറയരുതെന്നിങ്ങനെ പറയുമ്പോൾ മാഡം ആണെങ്കിൽ ക്രിമിനൽസുകളുടെ ഇതിനെ കൂട്ടു നിൽക്കല്ലേ എന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ, പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയിൽ മാഡം എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നറിയാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം മാഡം പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചല്ലോ, പക്ഷേ അത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു നിരീക്ഷണ വലയത്തിലായിരിക്കും,
കളിക്കണം, അവിടെ എന്തെങ്കിലും ചതി ഉണ്ടെങ്കിൽ നമുക്കവരെ കൈയോടെ പൊക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ക്രിമിനൽസിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് ഞാനൊരു എതിർപ്പുമില്ല, അതിനെ ഞാൻ കൂട്ടു തന്നെയാണ്. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ ജീവൻ വെച്ച് കളിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് കമലിനൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഒരു ശാന്തി ഇങ്ങനെ ഫോണിൽ അവർ വിളിക്കുന്ന കോൾ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേസമയം അവിടെ സത്യഭാമ ആകെ കരഞ്ഞ് തളർന്ന് ഉറങ്ങുകയാണ്. ശാരദാമ്മ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പൊന്നി ഇങ്ങനെ ശ്യാമയൊക്കെ നോക്കി വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു ഇങ്ങനെ റൂമിനകത്തേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. സത്യഭാമയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷേ അത് ഭാമ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. വിഷ്ണു തിരിച്ചു വന്നതായിട്ട് മോനെന്നും പറഞ്ഞ് വിഷ്ണു ഭാമ അങ്ങോട്ട് ഞെട്ടി ഉണരുകയാണ് ചെയ്യുന്നത്. അന്നേരം വന്നിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ അവിടെ ആണെങ്കിൽ പിറ്റേന്ന് ഈ ശിവനുമായിട്ട് ആ ഒരു അടിപിടിയൊക്കെ ഉണ്ടായ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഡാനിയിലൊക്കെ പൈസ കൊണ്ടുവരാനായിട്ട് പറയുന്നത്. ആ സ്പോട്ട് തന്നെയാണ് കറക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ശാലിനി പൈസ കൊണ്ടുവന്ന് വെക്കുന്നത്. പക്ഷേ അന്നേരം ശിവൻ്റെ ബുള്ളറ്റോ അവിടെ ഇല്ല. അപ്പോൾ ഈ ശിവനെ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടാവണം. മിക്കവാറും അത് വിഷ്ണു ആയിരിക്കും ശിവനെ രക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇനി ഡെയ്സിയുടെ കാര്യം എന്തായി എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ശിവൻ വിഷ്ണുവിനെ രക്ഷിക്കും. അപ്പോൾ തിരിച്ച് ഇനി വിഷ്ണുവും ശിവനും തമ്മിൽ കൂട്ടാവുകയായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ എന്താണെന്നുള്ളത് സസ്പെൻസൊക്കെയാണ്. നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.